കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയാണ് പോകുന്നത്, വേറെ എങ്ങോട്ടല്ല കേട്ടോ, ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇക്കതാ കണ്ണില് മരുന്നൊക്കെ ഒഴിച്ച് റെഡി ആവുകയാണ്. വേറൊന്നല്ല, നമ്മള് ഇക്കാക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഇത്ര കാലം ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോണിൽ തന്നെ യൂട്യൂബിലൊക്കെ ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ടൊക്കെ അങ്ങനെയാണ് ഇക്ക കൈ കാലിക്കൊക്കെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അറിഞ്ഞ് ഇവിടെ തൊട്ട ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് പോയി നോക്കാക്കട കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇപ്പോൾ അതാ ഇക്ക ഫോണൊക്കെ എടുത്ത് റെഡിയാവുകയാണ്. ഇക്ക അപ്പൊ എന്തായാലും നമുക്ക് പോവാം. എന്നിട്ട് ഇക്കാക്ക് അതിന്റെ നടത്തം ഞാൻ പറഞ്ഞില്ല, നമ്മളെ വെസ്റ്റിബ്യൂലർ, നമ്മുടെ ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്ന വെയിനിലാണ് ഇക്കാക്ക് ട്യൂമർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇക്കാക്ക് നടക്കുമ്പോൾ നമ്മുടെ വലത്തു ഭാഗത്തോട്ട് നല്ല പോലെ പോവും, ഇങ്ങനെ നല്ല ബാലൻസ് തെറ്റിപ്പോവും. അപ്പൊ അതിനൊരു എക്സസൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് നമുക്ക് ക്ലിയർ ആയി ചെയ്തിട്ടും അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഒന്ന് പോയി നോക്കാം നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിത്തിരിക്കണ്. അപ്പോ പോവാ. എന്നെ കൂട്ടാണ്ട് പോയി കഴിഞ്ഞു ഇക്ക ഞാൻ വേണ്ടേ, എന്നെ കൂട്ടാണ്ട് അങ്ങോട്ട് ഇറങ്ങിയോ? വീഡിയോ പറഞ്ഞിട്ട് വരണ്ടേ? കഴിഞ്ഞു. അയ്യോ, സമയം ഏകദേശം 10 മണിയൊക്കെ അവിടെ ആയിട്ടോ. എന്താണ് കുട്ടികളെ സ്കൂളിൽ വിട്ട് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചു. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, നമ്മുടെ തൊട്ട് തന്നെ കുഴൽമന്നം എന്ന് പറയും. അപ്പൊ ഇക്കാടെ വണ്ടിയിൽ തന്നെ പോയി നമ്മളൊരു ഓട്ടോ വിളിച്ചാൽ നമുക്ക് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ് ഇക്കാടെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോയത്. അങ്ങനെ ഇനിയിപ്പോ പോയി ഡോക്ടറിനെ കണ്ട് ഇക്കാടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച്, ഇക്കാക്ക് മെഷീനറി ഒന്നും വെച്ച് ഒന്നും എക്സസൈസ് ഒന്നും പറ്റില്ല കേട്ടോ. ഓൺലി ഇങ്ങനെ എക്സസൈസ് മാത്രമേ പറ്റുള്ളൂ, മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഇക്കാക്ക്, സർജറി ആയതുകൊണ്ട്. പിന്നെ കുറച്ച് നേരത്തെ ചെയ്യേണ്ടതാണ് ഫിസിയോതെറാപ്പി. നമ്മളുടെ സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, പിന്നെ അതിനേക്കാളും ഉപരി എന്താന്ന് വെച്ചാൽ ഇക്ക മെന്റലി ഫിസിക്കലി എല്ലാം ഡൗൺ ആയിരുന്നു. ഈ രണ്ടാമത്തെ ഒരു സർജറി, ഈ അസുഖത്തിന്റെ കിടപ്പ് അങ്ങനെയൊക്കെ അറിഞ്ഞപ്പോ ഇക്ക മൊത്തം മെന്റലി ഡൗൺ ആയി പോയി. ഇനിയൊന്നും ഇല്ല അങ്ങനെ. അപ്പൊ അവിടെ നിന്നൊക്കെ ഇങ്ങനെയൊന്നും ഇക്കാനെ ആക്കിക്കൊണ്ട് വരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ടു, സംസാരിച്ചു, ഇക്കടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്കും വിഷമമായി. പിന്നെ ഇക്കാനെ സമാധാനിപ്പിച്ചു. എന്താണ് കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിച്ചില്ലേ, ഇത്രയൊക്കെയല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇക്കാനെ സമാധാനിപ്പിച്ചു. അവിടെ വന്ന ഓരോ പേഷ്യൻസ് അധികം വയസ്സായവരാണ്, എന്നാലും തന്നെ ഓരോരുത്തരുടെ സാഹചര്യം കണ്ടാൽ ഒന്നുമില്ല, അൽഹംദുലില്ലാ, നമ്മളങ്ങനെ സമാധാനിക്കുക, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിത് വന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുള്ളൂ. വരേണ്ടത് വന്നു, ഇനി അതിന് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ പറ്റുമോ, അതാണ് എന്റെ ലക്ഷ്യം, അത്രമാത്രമേ ഉള്ളൂ. കരഞ്ഞ് ഒരു ഭാഗത്തിരിക്കാൻ എളുപ്പമാവും, പക്ഷെ അതിനെ പ്രതിരോധിച്ച് എന്തെങ്കിലും ചെയ്യാൻ അത് കുറച്ച് പ്രയാസം തന്നെയാണ്. ആ പ്രയാസമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നവർ ഒരുപാട് പറയുന്നുണ്ട് എന്നെ, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, വീഡിയോ ചെയ്ത് നടക്കുന്നു, ചിരിച്ച് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് റോങ് ആയിട്ട് വരുന്നുണ്ട്. പറയുന്നവർ പറഞ്ഞോട്ടെ, ഞാൻ എന്താണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇതുവരെ എന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇക്ക അവിടെ പോയി കമ്പനിയായി ആ ചേച്ചിയോട് സംസാരിച്ചിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചീത്ത അറിഞ്ഞത്, ഇവിടെ വന്നത് സംസാരിച്ചിരിക്കാനാണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ചീത്ത അറിഞ്ഞ് അപ്പൊ വേഗം ഇക്ക ചെയ്തു. പിന്നെ ഇക്ക ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കിയപ്പോ എനിക്ക് എന്റെ കൈയും കാലൊക്കെ വേദനിക്കുന്നു പറഞ്ഞിട്ട് ഞാനില്ല എന്ന് പറഞ്ഞു. ഇക്കാക്ക് മെയിനായിട്ട് വലത്ത് ഭാഗം കൈ കാലിനാണ് പ്രശ്നം. അപ്പൊ ആ കൈയിന്റെ എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്തു. വലത്ത് കൈക്കാണ് കൂടുതൽ പ്രശ്നമുള്ളത്, നല്ല ആവത് കുറവുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗ്ലാസ് ചായ പോലും ഇക്കാക്ക് ആ കൈ കൊണ്ട് പിടിച്ച് കുടിക്കാൻ പറ്റില്ല. അപ്പൊ ആ കൈയുടെ എക്സസൈസ് ആയിരുന്നു കൂടുതലായിട്ട് ചെയ്തത്. ഞാന് കുറേയൊക്കെ ഉള്ളിലിരുന്നു, പിന്നെ പുറത്ത് വന്ന് ഒരുപാട് സമയമായിട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ പുറത്ത് വന്നിരുന്നു. എനിക്ക് അവിടെ സൗണ്ട് ഒന്നും പറ്റുന്നില്ല, തലവേദന എടുത്തു. അപ്പൊ ഞാൻ പുറത്തിറങ്ങി ഇരുന്നു, ഇക്ക അതിന് അകത്ത് വെയിറ്റ് ചെയ്തിരുന്നു. നമ്മൾ ചെല്ലാൻ വൈകിപ്പോയി. അപ്പൊ ഒരുപാട് പേഷ്യൻസ് നമ്മളെക്കാൾ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമായി. സമയം 2:30 ആയിരിക്കുന്നു. വന്നവരെല്ലാവരും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. എല്ലാവരും പോയി, ഞങ്ങൾ മാത്രം ലാസ്റ്റ് ഇക്കാക്ക് എക്സസൈസും കാര്യങ്ങളും ചെയ്തു.
അതിനുശേഷം ദാ പുറത്തിറങ്ങി. ഇനിയിപ്പോ എന്താ, അപ്പോഴേക്കും രണ്ടാളും വിശന്ന് കുഴഞ്ഞു പോയിട്ടോ. ഇക്ക പറഞ്ഞതായിരുന്നു എന്നോട് പോകുമ്പോ എന്തെങ്കിലും കഴിക്കുന്നു. ഞാൻ തിരക്കിൽ പോണ സമയത്ത് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, ടൈമിന് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട്, തിരക്ക് വരും പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് പേര് അവിടെ എത്തി. അങ്ങനെ ദാ നമ്മള് വീടെത്തി. അപ്പോഴേക്കും കുഴഞ്ഞ് അങ്ങോട്ട് ഞാൻ ഇരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും വയ്യ, വിശന്നത് കുഴഞ്ഞു പോയി. വീടെത്തുമ്പോഴേക്കും 3 മണിയായിക്കണു. അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ പപ്പടം വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മ, ഞാനിവിടെ കറിയൊന്നും ഉണ്ടാക്കിയില്ല, കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നാൽ നടക്കില്ല പോവലൊന്നും പറഞ്ഞിട്ട് ചോറ് മാത്രം വെച്ചു. എന്തെങ്കിലും ഉപ്പേരി വന്നിട്ട് വെക്കാം, ഞാനൊരു 11 മണിക്കൊക്കെ വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്റെ വിചാരമൊക്കെ തെറ്റിപ്പോയി. അങ്ങനെ ഉമ്മ കറി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ചൂടോടെ കൊടുക്കുക ഇക്കാക്കെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. പിന്നെന്താ, പപ്പടം വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ പപ്പടം ഇക്കാക്ക് കുറെ പറയുന്നു കേട്ടോ, പപ്പടം കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഇക്ക. അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് പപ്പടം വാങ്ങാന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് വന്നു കടയിൽ കയറിയിട്ട്. അങ്ങനെ ഇനിതാ പപ്പടം പൊരിച്ച് വേഗം ചോറുണ്ണ. ഇക്കാനേക്കാളും കുഴഞ്ഞു പോയത് ഞാനാ. ഇക്കയാണ് അവിടെ ഇരുന്ന് എക്സസൈസ് എല്ലാം ചെയ്തത്, പക്ഷെ കുഴഞ്ഞു പോയത് ഞാനാ. വെറുതെ ഇരുന്ന് മുഷിഞ്ഞു പോയി. ഒരുപാട് അമ്മമാരൊക്കെ, വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ കമ്പനി അടിച്ചു, വർത്താനൊക്കെ പറഞ്ഞു, അങ്ങനെ ഇരുന്നു വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം പോയി. പക്ഷെ എന്നാലും എനിക്ക് നല്ല പോലെ ബോറടിച്ചു. പപ്പടം പൊരിക്കുകയാണ്, വിശന്നിട്ട് അതിനേക്കാളും വയ്യ. ഇനിയിപ്പോ പപ്പടം പൊരിച്ച് ചോറൊക്കെ കഴിച്ച് ഇനിയിപ്പോ വീട്ടിലത്തെ കാര്യങ്ങള്, തിരുമ്പാന് തുണികളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. രാവിലെ പോകുമ്പോ അതൊക്കെ ചെയ്യണം. അപ്പോഴേക്കും 3:45 ഇതാ കുട്ടികൾ വരാറായി. അപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് അവർക്കിനിപ്പോ ഒന്നും സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇനിയിപ്പോ എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം, മിച്ചറോ എന്തെങ്കിലും. ഒന്നും ഇല്ല കേട്ടോ, വീട്ടിലൊന്നും ഇരിപ്പില്ല. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് അവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടിരുന്നു. അങ്ങനെ ഇതാ ചോറൊക്കെ വിളമ്പി, കറി വിളമ്പി, വെള്ളം കൊണ്ടുവച്ചു, പപ്പടം കൊണ്ടുവച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. സപ്പോർട്ട് ചെയ്യാതെ ആരും പോകരുത്, ഒന്ന് സബ് ചെയ്യണം, വീഡിയോസ് മുഴുവനായിട്ട് കണ്ട് സഹായിക്കണം, നമ്മളുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ. ഒരുപാട് വർത്താനം പറയാൻ വയ്യ, വിശന്നിട്ട് വയ്യ. ഞാൻ സമയം കാണിച്ചതിൽ ഇപ്പൊ ഇത്രയും 3 മണിയായിട്ടോ സമയം. നല്ല തീരെ വിശന്നിട്ട് വയ്യ. രാവിലെ കഴിച്ചും കൊണ്ട് അങ്ങനെ പോയതാ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ ഒന്നിനും നിന്നില്ല, അങ്ങനെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ വരുന്ന വഴിയൊന്നും കുടിച്ചില്ല, വീട്ടിൽ പോയി ചോറുണ്ണാന്ന് പറഞ്ഞിട്ട് ഓടി വന്നു. അപ്പൊ ഞങ്ങൾ ചോറിനിട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.